ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സേതുവിന് 3 ലക്ഷം രൂപയാണ് ബില്ലെന്നും പറഞ്ഞ് ഋതികയും അതുപോലെ തന്നെ സ്വാതിയും ഒക്കെ കൂടെ ചേർന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു മണിക്കൂർ സമയം നമ്മുടെ സേതു ചോദിച്ചു അതെവിടുത്തെ ന്യായോ, കാശൊന്നും ഇല്ലാതെയാണോ കെട്ടിയൊരുങ്ങി പോകുന്നത് ഡ്രസ്സ് എടുക്കാനായിട്ടെന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഋതുക ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് വേണ്ട, എനിക്ക് 1 മണിക്കൂർ സാവകാശം തരണമെന്ന് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു. തുണിയെടുക്കാൻ പോലും കൈ കാശില്ല, ഇനി കല്യാണത്തിന് സദ്യയൊക്കെ ആവോ എന്ന് ഈ സ്വാതി ഇങ്ങനെ ചോദിക്കാട്ടോ അവിടെ നിന്ന് കളിയാക്കി. അപ്പോൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, കേമാവും, നന്നാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നു. ഈ സമയത്ത് പ്രതാപൻ ഇവരെല്ലാവരും പുച്ഛിച്ചും പരിഹസിച്ചും ചിരിച്ചുകൊണ്ടിരിക്കുക. അച്ചുവിനാണെങ്കിൽ സേതു നിന്ന് ഉരുകുന്നത് കണ്ടിട്ട് ആകെ സങ്കടമായേ. ആ സമയം ആ ബില്ലിങ് തന്നെ എന്നും പറഞ്ഞ് പല്ലവി ആ ബില്ല് അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് ഇതിങ്ങനെ നോക്കും. അപ്പോൾ സേതു ഇങ്ങനെ നോക്കുന്നു. അതുപോലെ ഇവളുമാരെല്ലാവരും നോക്കുക കേട്ടോ. ഇവളുമാരുടെ ഒക്കെ അഹങ്കാരത്തിന് നമ്മുടെ പല്ലവിയെ മറുപടി കൊടുത്തത്, എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്, ബാക്കി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാമെന്ന് പല്ലവി പറഞ്ഞു. അവളുമാരെ നാട്ടിച്ച് നാണം കെടുത്തിയ നമ്മുടെ അതായത് കടയിലിട്ട് അവളുമാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ പല്ലവി ഇത്രയ്ക്ക് സ്റ്റാർ ആകുമെന്ന്. അങ്ങനെ നമ്മുടെ പല്ലവി ക്രെഡിറ്റ് കാർഡും ATM കാർഡും ഒക്കെ കൊടുത്തു. അങ്ങനെ ക്യാഷ് അവിടെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോരുക. അപ്പോൾ സേതുവേട്ടനെ ഒരു പെരുവഴിയിലും ഉപേക്ഷിച്ച് കളയില്ല ഈ പല്ലവി എന്ന് നമ്മുടെ പല്ലവി എന്നിട്ട് ഇവളുമാരുടെ ഒക്കെ മുന്നിൽ വെച്ച് പറയുക. സേതുവേട്ടൻ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കരുതെന്നും പല്ലവി സേതുവിനോട് പറഞ്ഞു. ഋതികയെ നോക്കി. അത് കാണാനേ ഈ പല്ലവിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കുറുപ്പമ്മാവനും അച്ചുമൊക്കെ ഇങ്ങനെ തലയെടുപ്പോട് കൂടി നിൽക്കുന്നത്. പക്ഷേ ഇത്രയും നേരം അഹങ്കരിച്ച് മേലെ കയറിയിരുന്ന ഋതികയും സ്വാതിയൊക്കെ നാണം കെട്ട് വെളുത്തിങ്ങനെ നിൽക്കുക. സേതുവേട്ടൻ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം, എവിടെയും ആരുടെ മുന്നിലും എപ്പോഴും എന്നും പല്ലവി ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ സേതുവിനോട് പറഞ്ഞു. അത് അവളുമാർക്കിട്ട് കൊടുത്ത ഒരു അടി തന്നെയായിരുന്നു. അപ്പോൾ ക്യാഷ് ഞാൻ പേ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി ക്യാഷ് പേ ചെയ്യാൻ അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ആ പ്രശ്നം അവിടെ പരിഹരിച്ചല്ലോ. അവിടെയും നാണം കെട്ട എല്ലാം കൂടെ അവിടെ എങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി. നമ്മുടെ സേതു ഇങ്ങനെ പുറത്തിരിക്കുന്നു. അപ്പോൾ പല്ലവി അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുന്നേ എന്ന് പല്ലവി ചോദിച്ചു സേതുവിനോട്. ഏയ് ഒന്നുമില്ല, ഞാനിപ്പോൾ പല്ലവിക്കൊരു കടക്കാരനായല്ലേ എന്ന് ചോദിച്ചു. അതായി, അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു പല്ലവി നേരം. ആർക്കെങ്കിലുമൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കണം സേതുവേട്ടാ, ജീവിതമല്ലേ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാകും. ഇഷ്ടമുള്ള ആൾക്കാർക്ക് കടപ്പെടുന്നതും അതൊരു സുഖമുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി സേതുവിനെ സമാധാനിപ്പിക്കാം. എന്തായാലും പലിശ സഹിതം കാശ് ഞാൻ തിരിച്ചു തരും എന്ന് നമ്മുടെ സേതു പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു ഫൈനാൻഷ്യറായിട്ടാണോ കണ്ടിരിക്കുന്നത് എന്ന് സേതുവിനോട് പല്ലവി. അയ്യോ അങ്ങനെയല്ല കേട്ടോ, ആ സമയത്ത് പല്ലവി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടിയാ ഋതു ആ ബില്ല് തന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ നാണക്കേടിൽ നിന്ന് പല്ലവിയാണ് എന്നെ രക്ഷിച്ചതെന്ന് സേതു അന്നേരം പറഞ്ഞു. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ സേതുവേട്ടൻ കാരണമല്ലേ എന്ന് ചോദിച്ചു പല്ലവി. ആ സേതുവേട്ടൻ ഒരു ആവശ്യം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാമെന്ന് പല്ലവി ചോദിച്ചു. കാശ് തിരിച്ചു തരുന്നതിനെ പറ്റിയൊന്നും സേതുവേട്ടൻ ഇപ്പം ചിന്തിക്കേണ്ട. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബില്ല് അടച്ചിട്ടുള്ളത്. 12 മാസം കൊണ്ട് അടച്ച് തീർത്താൽ മതി എന്നും പറഞ്ഞു നമ്മുടെ പല്ലവി. അതിപ്പോൾ സേതുവേട്ടൻ അടച്ചില്ലെങ്കിലും ഞാൻ അടയ്ക്കും എൻ്റെ ശമ്പളത്തിൽ നിന്ന്. സേതുവേട്ടൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതുവിന് ഒത്തിരി സമാധാനമായി. അതൊന്നും വേണ്ട, ഞാനതൊക്കെ തന്നോളാമെന്ന് പറഞ്ഞു. എന്തായാലും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു പല്ലവി. നേരെ ഒരുപാടായെന്നും പറഞ്ഞു പല്ലവി ഗുഡ് നൈറ്റും പറഞ്ഞ് അവിടെ നിന്ന് പോകുക. സേതു ഇങ്ങനെ പല്ലവിയെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പല്ലവി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പല്ലവി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പല്ലവി തിരിഞ്ഞു നിന്നിട്ട് എന്താ സേതുവേട്ടാ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു പല്ലവി അങ്ങ് പോയി. സേതു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. പിന്നെ 2 പേരും കൂടെ പോകാതെ പോയൊക്കെ ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ പ്രതാപൻ കുടുംബത്തിലോട്ട് കയറി വരുന്നു, അതായത് പൊന്നുമടത്തിലേക്ക്. അപ്പോൾ പല്ലവി എവിടെ ഉണ്ടായിരുന്നേ. പല്ലവിയെ കണ്ടപ്പോൾ ചേച്ചിയില്ലേ എന്ന് ചോദിച്ചു. ആ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞായിരുന്നേ, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു പ്രതാപൻ ഈ പല്ലവിയോട്. അല്ല, ഞാനിത് ആരോടായി പറയുന്നേ, നീ ഈ കുടുംബത്തിലെ അല്ലല്ലോ. ഞാനതങ്ങ് മറന്നുപോയി. ഞാൻ ഈ കുടുംബത്തിലെ അല്ലായിരിക്കും, പക്ഷെ ഇവിടുന്ന് കഴിക്കുന്ന ചോറിനോട് കൂറുള്ളവളാണെന്ന് പറഞ്ഞു പല്ലവി. എന്താടി മോന വെച്ചുള്ള ഒരു സംസാരം എന്ന് പല്ലവിയോട് പ്രതാപൻ. അപ്പോഴേക്കും നമ്മുടെ പൂർണിമ അങ്ങോട്ടേക്ക് വന്നു. ദേ ആ സേതുവിൻ്റെ ബലത്തിൽ ഞാനുമായിട്ട് ഉടക്കാൻ വന്നാലുണ്ടല്ലോ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അവൾ എന്നെ ചൊറിയാൻ വരുന്നു എന്ന് പറയുമ്പോൾ എന്താ പ്രതാപെന്ന് ചോദിച്ചുകൊണ്ട് വന്നു നമ്മുടെ പൂർണിമ. ചേച്ചി ഇവളെന്നെ ദേ വേണ്ട, കളി എന്നോട് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ നിൽക്കും കേട്ടോ. പ്രതാപൻ ആരാണെന്നേ ചേച്ചിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ്. ഒരു കല്യാണം നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ വെറുതെ വിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ്. അപ്പം എന്താ പ്രശ്നം എന്ന് ചോദിച്ചു
പൂർണിമ, എവിടുന്നോ വലിഞ്ഞു കയറി വന്നവളുമാരോടൊക്കെ വാലിയിരിക്കുന്ന ഞാനെന്തിനാ കേൾക്കുന്നത് ചേച്ചി എന്ന് പ്രതാപൻ ഇങ്ങനെ ചോദിക്കുന്നു. അതൊക്കെ പോട്ടെ ചേച്ചി, ഇത് നോക്കിക്കേ, കാർഡ് അടിച്ചു ചേച്ചി, ഇതിൻ്റെ ഇതെന്നൊക്കെ നോക്കിക്കേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂർണിമയെ കാണിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ വിളി തുടങ്ങാൻ പോവുക ചേച്ചി എന്ന് പ്രതാപൻ്റെ വകര ഡയലോഗ്. എന്നിട്ട് ഈ കാർഡൊക്കെ പൂർണിമ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാർഡ് എങ്ങനെയുണ്ട് ചേച്ചി? അപ്പോൾ അത് കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പൂർണിമ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പല്ലവി അവിടെ നിന്ന് ഇങ്ങനെ പല രീതിയിലും ആലോചിക്കുക കേട്ടോ. അപ്പോൾ സദ്യക്ക് കേമന്മാരെ ആരെങ്കിലും നോക്കണം, ഗംഭീരമെന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എല്ലാം സേതുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവനത് വേണ്ടതുപോലെ ചെയ്തോളൂ നമ്മുടെ പൂർണിമ പറയാം. എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു പ്രതാപൻ. അന്നേരം ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം എന്നും പറഞ്ഞു പ്രതാപൻ്റെ ഒരു ഡയലോഗ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി, അമ്മേ അന്ന് തിരുമേനി ചിലതൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നില്ലേ ഇവിടുത്തെ അച്ഛൻ്റെ മരണത്തെപ്പറ്റി? അപ്പോഴേക്കും പ്രതാപൻ്റെ ലെവൽ മാറി. എടി, കല്യാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ മരണത്തെപ്പറ്റി പറയുന്നതെന്ന് ചോദിച്ച് നമ്മുടെ പ്രതാപൻ ഇടയ്ക്ക് കയറി. അല്ല, ആ മരണം അത് സ്വാഭാവികമല്ല എന്നുള്ളതല്ലേ തിരുമേനിയുടെ കണ്ടെത്തൽ എന്ന് നമ്മുടെ പല്ലവി ചോദിച്ചപ്പോൾ പ്രതാപൻ നിന്ന് ബപ്പ അടിക്കുക. പൂർണിമ അന്നേരം അതിനെപ്പറ്റി ചിന്തിക്കുവാണേ. അതെ, ഈ ജോത്സ്യമാർ അങ്ങനെ പലതും പറയും, അതൊന്നും നമ്മൾ ഗവനിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോൾ, അല്ല പോലീസിലൊരു പരാതി കൊടുത്താൽ അവർ അന്വേഷിക്കില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ പല്ലവിയെ. അപ്പോഴേക്കും പ്രതാപനിൽ നിന്ന് കിടീട വിറയ്ക്കാൻ തുടങ്ങി. പൂർണിമയൊന്നും മിണ്ടുന്നില്ല. പോലീസിൽ പരാതി കൊടുക്കാനോ? എടി, എന്തൊരു മണ്ടത്തരമൊക്കെ അടി നീ പറയുന്നേ? അതെ, പരാതി കൊടുത്ത മീഡിയ അറിയില്ലേ, പിന്നെ അവർ തോന്നുന്നത് പോലെ അങ്ങ് എഴുതാൻ തുടങ്ങത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ പറയുക. അപ്പോൾ പൂർണിമ ഒന്നും മിണ്ടുന്നില്ല. ഓൺലൈൻ്റെ ശക്തി എന്താണെന്ന് അറിയോ? തോലച്ച് കളയും, തോലച്ച്, നിനക്കറിയാവോ അതെന്നൊക്കെ ചോദിച്ചു. പിന്നെ അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മംഗളകർമ്മമൊക്കെ നടക്കാൻ പോകുന്ന വീടാ ഇത്. ആദ്യം അത് കഴിയട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് വിശദമായിട്ട് ആലോചിക്കാമെന്ന് പ്രതാപൻ. അതെ, ഞങ്ങൾ ആലോചിച്ചോളാം, നീ ഇതിൽ ഇടപെടണ്ട കേട്ടല്ലോ എന്ന് പല്ലവിയോട് പ്രതാപൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ പല്ലവി ഇങ്ങനെ നോക്കുക. പല്ലവി ഇപ്പോൾ ഈ കുടുംബത്തിലൊരു അംഗം തന്നെയാണ് പ്രതാപ. വഴി കൂടെ പോകുന്നവരെയും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വരുന്നവരെയൊക്കെ വീട്ടിൽ കയറി താമസിപ്പിച്ച് ആളാക്കിക്കോളാൻ പ്രതാപന് നേരം പൂർണിമയോട് പറയുന്നു. അവസാനം അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്ന് നമ്മുടെ പല്ലവി വീണ്ടും തറപ്പിച്ച് പറയുന്നു. അത് എൻ്റെ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ആഗ്രഹമാണെന്ന് നമ്മുടെ പല്ലവി പ്രതാപൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പ്രതാപൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അല്ല, അത് പറഞ്ഞപ്പോഴെന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷനാകുന്നതെന്ന് പ്രതാപനോട് പല്ലവി ചോദിച്ചു. അപ്പോൾ എടി, അളിയൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് ഒരേ ഒരു കാരണത്തിലും മാത്രമാണെന്ന് നമ്മുടെ പ്രതാപൻ അന്നേരം ഇടയ്ക്ക് കയറി പറയുന്നു. അളിയന് ഹാർട്ട് അറ്റാക്ക് വന്നത് എങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാ? എന്നാലേ ഞാനത് പറഞ്ഞു തരാം. ആ സേതുവിൽ അവൻ ഒറ്റൊരുത്തനാണ് അളിയൻ്റെ മരണത്തിന് കാരണം, അല്ലെങ്കിൽ എൻ്റെ അളിയൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ്. ഞാനേ എല്ലാത്തിനും ദൃക്സാക്ഷിയാടി, ദൃക്സാക്ഷി. അന്വേഷണം വരുന്നെങ്കിലേ വരട്ടെ, എനിക്കറിയാം സത്യമായിട്ട് പറയാനെന്ന് പറഞ്ഞ് പ്രതാപൻ കിടന്ന് ഉറഞ്ഞതുള്ളൂ പല്ലവിയുടെ മുന്നിൽ. പല്ലവി അന്നേരം ഇവൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. കണ്ടല്ലോ ചേച്ചി, ഇപ്പോൾ ഇവളുടെയൊക്കെ അഹങ്കാരം കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ, അളിയൻ്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്നെയാണെന്ന് പറഞ്ഞാൽ വേറെ അവനെ അത് എങ്ങനെയെങ്കിലും അതൊന്ന് മറക്കാൻ നോക്കുമ്പോഴാണ് അവളൊരു എന്ന് പറഞ്ഞ് പ്രതാപൻ വലിയ ഡയലോഗ്. എന്നിട്ട് ചേച്ചി ഞാൻ പോട്ടെ ചേച്ചി, പിന്നെ കാണാവേ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് പ്രതാപൻ അങ്ങ് പോയി. പ്രതാപൻ പോയി കഴിഞ്ഞപ്പോൾ പ്രതാപനും അതുപോലെ തന്നെ അളിയനും, അതായത് ഏട്ടനും കൂടപ്പറപ്പുകളെ പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണിമ ഇങ്ങനെ നമ്മുടെ പല്ലവിയോട് പറയാം. പല്ലവി അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. പക്ഷെ പല്ലവിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടേ. പല്ലവി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഇതായിട്ടിരിക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്ന ഇന്ദ്രനാണെങ്കിൽ അവിടെ റൂമിലിരിക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് സ്വാതിയുടെ ഓർമ്മ വന്നു. സ്വാതിക്ക് എന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നു, അതുപോലെ തന്നെ ഫോട്ടോസ് അയക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വിളിക്കുന്നു. ഇതെന്താ ഒന്ന് വിളിക്കാതിരുന്നേ എന്ന് സ്വാതിയോട് ഈ ഇന്ദ്രൻ ചോദിച്ചു. വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു എന്ന് സ്വാതി പറയാം. ആണോ? ജീവിതത്തിൽ പല പെൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത അത് സ്വാതിക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ പല്ലവി അതുവഴി വരിക. അപ്പോൾ പല്ലവി ഇവരുടെ സംസാരം കേൾക്കുവാണ്. അത് വെറുതെ പെണ്ണുങ്ങളെ വീഴ്ത്താൻ ആണുങ്ങൾ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗാണ് ഇതെന്ന് സ്വാതി പറയുമ്പം അയ്യോ അല്ല കേട്ടോ, 100% ആത്മാർത്ഥമായിട്ടാട്ടോ ഞാനിത് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ പല്ലവി ഇതൊക്കെ പുറകിൽ നിന്ന് കേൾക്കുക. സ്വാതി മറ്റുള്ള പെൺകുട്ടികളെ പോലെ ഒന്നുമല്ല, അതിൽ നിന്നൊക്കെ എന്തോ ഒരു വ്യത്യാസം അത് സ്വാതിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം താങ്ക് യു എന്ന് പറഞ്ഞ് സ്വാതി ഇരിക്കുക വലിയ ഷോ ഇറക്കിക്കൊണ്ട്. അല്ല, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അയ്യോ എന്ത് ബുദ്ധിമുട്ട്, ഇന്ദ്രേട്ടൻ വിളിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പല്ലവി അപ്പുറ ഭാഗത്ത് ആരാണെന്ന് അറിയുന്നത്. അപ്പോഴേക്കും സ്വാതി തിരിഞ്ഞു നോക്കി. അപ്പോൾ പല്ലവിയെ കണ്ടു. അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാട്ടോ ഇന്ദ്രേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തേ. ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും
എന്ന് തുടങ്ങി അവനുമായിട്ടുള്ള സ്വാതിയുടെ ഈ ബന്ധം എന്ന് പല്ലവി ചോദിച്ചു. അതൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു ആണെങ്കിലും അല്ലെങ്കിൽ അതിവിടെ വെച്ച് അവസാനിപ്പിച്ചോ? അത് ഒരിക്കലും സ്വാതിക്ക് നല്ലത് വരുത്തില്ല എന്ന് പല്ലവി പറയുക. എൻ്റെ ഭാവിയെപ്പറ്റി ആലോചിച്ച് നിങ്ങളെന്തിനെ ഉത്കണ്ഠപ്പെടുന്നതെന്ന് സ്വാതി, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, അതൊന്നും നിങ്ങൾ അറിയണ്ട. എൻ്റെ പേഴ്സണൽ ലൈഫിൽ പുറത്തുനിന്ന് ഒരാൾ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് സ്വാതി പല്ലവിയോട് പറഞ്ഞപ്പം, ഞാൻ നിൻ്റെ ടീച്ചർ കൂടിയാ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആപത്തിൽ ചെന്ന് ചാടാൻ പോകുന്നുവെന്ന് അറിഞ്ഞാൽ അത് തടയാനുള്ള ബാധ്യത ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്കുണ്ടെന്ന് നമ്മുടെ പല്ലവി പറയുമ്പോൾ, ടീച്ചറൊക്കെ അങ്ങ് കോളേജിൽ മതി, ഇതെൻ്റെ വീടാ, ഇവിടെ എന്നെ ഭരിക്കാൻ ആരും ശ്രമിക്കണ്ട എന്നും സ്വാതി പല്ലവിയോട് പറയുക. ഭരണമേ അതൊക്കെ അങ്ങ് സേതുവിൻ്റെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. ഇന്ദ്രൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ സ്വാതി അന്നേരം പറഞ്ഞു. അപ്പം നിനക്ക് അയാളെ അറിയില്ല, പക്ഷേ എനിക്കറിയാം, അനുഭവിച്ചതാ ഞാനെന്ന് നമ്മുടെ പല്ലവി പറയുമ്പോൾ സ്വാതി അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു ക്രൂരനായ മാനസിക രോഗി അയാൾ, അതെനിക്ക് പ്രശ്നമല്ലെങ്കിലോ എന്ന് സ്വാതി. എന്നെ നിയന്ത്രിക്കാൻ വന്നാലുണ്ടല്ലോ ഞാൻ കയറി അയാളെ അങ്ങ് പ്രേമിക്കുമെന്ന് പല്ലവിയോട് മുഖത്ത് നോക്കി സ്വാതി എന്ന് പറയുന്നവൾ പറയുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു പല്ലവി. എന്നും പറഞ്ഞു ഒരു ചിരിയും ചിരിച്ച്, പിന്നെ നിങ്ങളുടെ സമ്മതം വേണമല്ലോ എനിക്ക് അയാളെ പ്രേമിക്കാൻ, കൊച്ചുകുട്ടിയൊന്നും അല്ല ഞാൻ, കേട്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സ്വയം തിരഞ്ഞെടുത്തയാളല്ലേ, ആ സ്വാതന്ത്ര്യം എന്തായാലും എനിക്കും അവകാശപ്പെട്ടതാ, അതുകൊണ്ട് മിണ്ടാതൊരു ഭാഗത്തിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത് എന്ന് സ്വാതി. എന്നെ തിരുത്താൻ വന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് സ്വാതി അഹങ്കാരത്തോടെ അവിടെ നിന്ന് അങ്ങ് പോണു. അപ്പോഴേക്കും പല്ലവിക്ക് ആകെ വിഷമായി. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കോളേജിൽ നമ്മുടെ സേതു ആണെങ്കിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടാ ഞാൻ സഹായിക്കണമെന്നും ചോദിച്ച. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു സേതു. ഇന്നലെ രാത്രി മുഴുവനേ ഞാൻ ആലോചിച്ചത് നിന്നെപ്പറ്റിയായിരുന്നടാ എന്ന് ഇന്ദ്രൻ സേതുവിനോട് പറയാം. അപ്പോൾ സേതു ഇങ്ങനെ നോക്കുക കേട്ടോ. ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടി, അതിൻ്റെ ഒരവസ്ഥയാണ് നിനക്ക് അല്ലേടാ. കടക്കാരന് ഇട്ട് കൊടുക്കുന്ന എച്ചിൽ അല്ലെങ്കിൽ വേസ്റ്റ്, അത് കിട്ടിയാൽ പട്ടിയുടെ വിശപ്പ് മാറത്തുള്ളൂ അല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ. ഏതാണ്ടൊരവസ്ഥയിൽ തന്നെയാണ് നീ. പല്ലവിയെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് നിനക്ക് കിട്ടും 2 സമം, 1 ഇറച്ചി, മറ്റേത് പിന്നെ അറിയുന്നില്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ അതേ ഒരവസ്ഥയൊക്കെ തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ. ഇവൻ എന്നിട്ട് ഇങ്ങനെ കിടന്ന് പറഞ്ഞു, പിന്നെ എനിക്കിപ്പോൾ പല്ലവിയോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയടാ. സ്വാതി അവൾ ബെസ്റ്റാ, എനിക്ക് അവളെ മതിയടാ. എന്താ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സേതുവിൻ്റെ കൈ തരിക്കാൻ തുടങ്ങി. സേതു ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഇവനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവനന്നേരത്തേക്കും കയറി അങ്ങ് പോകുക. അവളെ ഞാനിങ്ങ് എടുക്കുവാടാ, നിൻ്റെ മുന്നിലിട്ട് അവളെ ഞാൻ പമ്പരം കറക്കുന്നത് പോലെ കറക്കും, അവളെ ഞാൻ പൊക്കിയിരിക്കും, നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല മറുപടിയാടാ സ്വാതി എന്ന് ഇന്ദ്രൻ ഇങ്ങനെ സേതുവിനോട് പറയുന്നു. നീ തുണ എന്ന് ഭഗവാനെ നോക്കി അന്നേരം നമ്മുടെ സേതു ഇങ്ങനെ പറയാം. എന്നിട്ട് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു. മോനെ ഇന്ദ്ര, എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് വൈകി കടന്നു വന്നവരാണ് എൻ്റെ അനുജത്തിമാർ. അവരെ ഞാൻ എൻ്റെ പ്രാണനേക്കാളും കൂടുതലാണ് സ്നേഹിക്കുന്നതും, മനസ്സിലായോ? അവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ലടാ. പിന്നെ ഞാൻ അതിന് സമ്മതിക്കുമെന്ന് നീ കരുതുകയും വേണ്ട. അതും പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ ഇവനെ അവിടെ ഇട്ട് പൊളിക്കുക. എന്നിട്ട് തോളത്തൊരു പിടുത്തം അങ്ങ് പിടിച്ചിട്ട്, എടാ സ്വാതിയെ നീ തൊട്ടാ നിന്നെ ഞാൻ കൊന്നിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല, കൊല്ലുമെന്ന് പറഞ്ഞാലേ ഞാൻ കൊല്ലുവടാ എന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ അത്. അപ്പോൾ ഈ ഇന്ദ്രജിത്തിൻ്റെ ചരിത്രമൊന്നും നിനക്കറിയില്ല, നീ ചിന്തിക്കുന്നതിനപ്പുറം ചരിത്രമുള്ളവനാടാ ഈ ഇന്ദ്രജിത്ത്. സ്വാതി എൻ്റെ ഈ കയ്യിൽ കിടന്ന് പമ്പരം പോലെ കറങ്ങൂടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൈ എടുക്കണമെന്ന് പറഞ്ഞ് ഇവനൊരു പോക്കങ്ങ് പോയി. അതായത് ഇന്ദ്രൻ. സേതു ഇങ്ങനെ നേരം കലിപ്പിച്ച് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞപ്പോഴാണ് ഇതേ നമ്മുടെ പിള്ളേർ സെറ്റ് അതിലെ വരുന്നത്. അപ്പോഴേക്കും അതായത് സ്വാതിയുടെ കൂട്ടുകാർ ഈ ഇന്ദ്രനെ നേരെ പെണ്ണുങ്ങളെ പിടിച്ച് നിർത്തി. ഹലോ അതെ ഒരു നിമിഷം, കുട്ടി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ പറഞ്ഞു വിട്ടു. അടുത്തതിനെ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് അതേ നല്ല ഗ്ലാമറിലാണല്ലോ വരവ്, പിന്നെ ചുമ്മാ കള്ളം പറയാതെ ചേട്ടാ എന്ന് പെങ്കൊച്ച് പറയുമ്പോൾ, അല്ലെന്നേ സത്യമാ, നീരജിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ആണോ? അതേ നീ സത്യമാണ് ഞാൻ പറയുന്നേ. ഞാനെന്തിനാ നുണ പറയുന്നേ? ഞാൻ പറയും അങ്ങനെ നുണ. നീരജയുടെ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, തന്നെ കാണാനും നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞു. അയ്യോ നീരജയുടെ ഒരു ഗുണങ്ങൾ കാണണം, ആര് കണ്ടാലും കണ്ണെടുക്കില്ല. അപ്പം കളിയാക്കാതെ ചേട്ടാ എന്ന് പെങ്കൊച്ച് പറയുമ്പോൾ, അയ്യോ താൻ കളിയാക്കിയതല്ല, സത്യം പറഞ്ഞു തന്നേ. ഇന്ദ്രൻ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ പിന്നെ നീരജ് എനിക്കൊരു സഹായം ചെയ്തു തരണം. അപ്പോൾ എന്ത് സഹായമാണെന്ന് ചോദിച്ചു. അതെ നമ്മുടെ സ്വാതിയില്ലേ,
സ്വാതിയോട് എനിക്ക് എന്തോ ഒരു ക്രഷുണ്ട്. അപ്പോൾ ഒരു അഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെങ്കൊച്ചിങ്ങനെ അന്തം വിട്ട് നോക്കുക. അതെ, ഞാനത് അവളോട് എങ്ങനെ അപ്പം മനസ്സിലായില്ല ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ നീരജ, എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവളുമായിട്ട് മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ. ആ സേതുവില്ലേ, സേതുമാധവൻ, അവനാണ് തടസ്സം. അപ്പം അത് കേട്ട് ഇങ്ങനെ നോക്കുവാണേ. അത് മാറണം, അത് മാറ്റണം. അത് നീരജ വിചാരിച്ചാലേ നടക്കും. ഞാനെങ്ങനെയാ? അത് പിന്നെ ഞാൻ പറഞ്ഞു തരാവേ, ഇന്ന പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിന് കുറച്ച് പൈസ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. നീരജ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് പൈസ വെച്ച് കൊടുത്തിട്ട് ഇവൻ എന്തൊക്കെയോ ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങ് ചെയ്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നാലോ വെടിച്ചിൽ എപ്പിസോഡ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും